ഹായ് നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പറ്റുന്ന ടോപ്പിക്ക് നമ്മുടെ വീട്ടമ്മമാരെ കുറിച്ചാണ്. ഞാൻ ഉൾപ്പെടെയുള്ള വീട്ടമ്മമാരാണ്. അവർ നമുക്ക് വേണ്ടിയിട്ട് ഒരു സമയവും നമ്മൾ കണ്ടെത്താറില്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുകയായിരിക്കും. അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അവരുടെ താല്പര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അവർ സംരക്ഷിക്കാനും വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് വേണ്ടി കണ്ടെത്താൻ വേണ്ടി സമയം ഒട്ടും തന്നെ ഇല്ല. നമ്മളത് കണ്ടെത്തേയില്ല. നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കുകയില്ല. നമ്മുടെ മുഖ്യ പ്രശ്നം നമുക്ക് വേറെ ഉള്ളവർക്ക് എന്ത് ചെയ്തു കൊടുക്കാനും ഇഷ്ടംപോലെ സമയമുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും നമ്മുടെ കയ്യിൽ ധാരാളം സമയമുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ ആവശ്യങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് സമയമില്ല. ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ വീട്ടമ്മമാർ നമുക്ക് വേണ്ടി നമ്മളേതായിട്ടുള്ള കുറച്ച് സമയം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് ഈ പറയും പോലെ തന്നെ നമുക്ക് കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത് നമുക്കൊന്ന് ബോഡിയൊക്കെ ഡെവലപ്പ് ആക്കണമെന്ന് പറഞ്ഞാലും നമ്മൾ പറയും, "ഓ, അതിനെവിടെ സമയം? അതൊക്കെ ആര് നോക്കാൻ പോണ്? നമ്മുടെ ശരീരം നോക്കിയിട്ട് ഇനി എന്തൊരു ചെയ്യാം? നമ്മളെ മക്കളെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? നമ്മുടെ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാര്യങ്ങൾ നോക്കണ്ടേ? നമുക്ക് മറ്റവരെല്ലാം സംരക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് നല്ല ആരോഗ്യം വേണം. നമ്മൾ നല്ല ആരോഗ്യവതിയായിട്ടൊക്കെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളും കുറച്ച് ആരോഗ്യവതിയായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങളിലേക്ക് കുറച്ച് ഫോക്കസ് കൊടുക്കണം. അപ്പോഴെന്ത് ചെയ്യണം? നമ്മുടെ ഹെൽത്ത് നോക്കേണ്ട കാര്യം ആർക്കാണ്? നമുക്ക് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്താൽ നമ്മുടേതായിട്ടുള്ള കുറച്ച് സമയം മാറ്റി വെച്ച് നമുക്ക് എക്സസൈസൊക്കെ ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്. നമ്മുടെ എങ്ങനെ വണ്ണം കുറയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ വണ്ണം കുറയ്ക്കുന്നതിനുപരിയായിട്ട് നമ്മൾ ഹെൽത്തായിട്ട് ഇരിക്കണം. നമ്മുടെ ശരീരമൊക്കെ നമ്മുടെ ഹെൽത്തൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഇരിക്കണം. അപ്പം നമ്മൾ എക്സസൈസ് ചെയ്തേ പറ്റുമോ? വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്സസൈസുകൾ ഇപ്പം വീഡിയോകളിലൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കി ഒരു 10-15 മിനിറ്റ് നമുക്ക് വേണ്ടി ചിലവാക്കണം. നമ്മൾ എക്സസൈസ് ചെയ്യാനും ഒന്ന് നടക്കാനും അല്ലെങ്കിൽ കൈയും കാലുമൊക്കെ ഇട്ട് ഒന്ന് നടക്കാനും ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ഇടാനും ഇഷ്ടംപോലെ വീഡിയോകളുണ്ട്. സുംബ പോലത്തതും അതുപോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ എക്സസൈസുകളുണ്ട്. അതൊക്കെ നമ്മളൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. നമുക്കൂടെ പ്രയോറിറ്റി കൊടുത്ത് നമ്മളെ സന്തോഷം കൂടെ കണ്ടെത്തി നമ്മളെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പിന്നീടായിരുന്നാലും ദേഷ്യവും വെറുപ്പും വിദ്വേഷമൊക്കെ ഇല്ലാതെ നമ്മൾ കാര്യങ്ങൾ നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വീട്ടമ്മമാരുടെ പ്രധാന പ്രശ്നമാണ് നമ്മൾ ഭക്ഷണത്തിലും ഒരു ക്രമീകരണം കൊണ്ടുവരില്ല. നമ്മളൊരു ഏജ് കഴിഞ്ഞ് നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള ഭക്ഷണം മാത്രം നമുക്ക് എല്ലാം കൂടെ ഇപ്പം തന്നെ കുട്ടികളൊക്കെ വെച്ചിട്ടുള്ള ആഹാരമൊക്കെ കളയണ്ടല്ല എന്ന് വിചാരിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഹെൽത്തിന് നോക്കത്തില്ല. നമുക്ക് എപ്പോഴെങ്കിലും വേണമെങ്കിൽ ആഹാരം കഴിച്ചാൽ മതി എന്നുള്ള രീതിയിൽ എല്ലാ ജോലികളും ഒതുങ്ങിയിട്ട് ആഹാരം കഴിക്കുന്ന ശീലം. അതുപോലെ തന്നെ നമ്മുടെ ആഹാരത്തിലായിരുന്നാലും പച്ചക്കറി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെ ആവശ്യമില്ലാത്ത നമ്മൾ വേസ്റ്റ് വരുന്ന സാധനങ്ങളെല്ലാം, അതായത് കളയണ്ട എന്നുള്ള രീതിയിലുള്ള ബാക്കി വരുന്ന ഭക്ഷണങ്ങളെല്ലാം എടുത്ത് കഴിക്കുന്ന ശീലമൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ച് ഒഴിവാക്കിയിട്ട് നമുക്ക് ഹെൽത്തായിട്ടുള്ള ആഹാരം കൂടെ നമ്മുടെ ശരീരത്തിന് വേണ്ട ആഹാരം കൂടെ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ ശരീരവും നമ്മുടെ മാനസിക ആരോഗ്യവും ഒന്നും നോക്കാതെ നമ്മൾ വീട്ടമ്മമാർ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ ഓടി നടക്കുകയും ചെയ്യുകയും ഒരു പരുവം കഴിയുമ്പോൾ മറ്റുള്ളവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും താല്പര്യങ്ങൾക്കനുസരിച്ച് അവർ പോവുകയും ചെയ്യുമ്പോൾ പിന്നെ വേസ്റ്റ് ജന്മം പോലെ ആകുന്നതാരായിരിക്കും? നമ്മൾ വീട്ടമ്മയായിരിക്കും. നമ്മൾ വീട്ടമ്മമാരായിരുന്നാലും അവർക്കൊരു സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവരും അത് കുഴിച്ചു മൂടിയിട്ടാണ് മക്കൾക്കും വീട്ടുകാർക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓടി നടക്കുന്നത്. ആ സ്വപ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുക.
ആ ആഗ്രഹം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. കൊണ്ടുവന്നിട്ട് അതിന് നമുക്കൊരു ജീവൻ നൽകുക എന്ന് വെച്ചാൽ അത് ആം, നമുക്ക് നമ്മൾ ഒരാഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ, ആ ആഗ്രഹം നടപ്പിലാക്കി അത് നമുക്ക് നേടി അതിൻ്റെയൊക്കെ ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ കൊടുക്കുക. അപ്പോൾ തന്നെ അപ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് അതിനൊരു ജീവൻ നൽകുമ്പോൾ തന്നെ അതിൽ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിൽ ആഗ്രഹം തോന്നും. ആ ആഗ്രഹം തീവ്രമാകുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നടന്നു വരികയും ചെയ്യും. അത് നമുക്ക് കിട്ടും. പക്ഷേ നമുക്ക് ഇതിന് എന്ത് ചെയ്യണം? നമുക്ക് ആ മനസ്സിൽ ഒരു ആഗ്രഹം കൊടുക്കണം. ആ ആഗ്രഹത്തിന് പിന്നെ നമുക്കതിനൊരു ജീവൻ കൊടുക്കണം. ആ ആഗ്രഹത്തിന് ആം, നമുക്ക് വളവും വെള്ളമൊക്കെ ഒഴിച്ച് അതിനൊന്ന് പുഷ്ടിപ്പെടുത്തണം. അതിനൊരു സ്വപ്നം കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കും ഒരാഗ്രഹമൊക്കെ ഉണ്ട്. അത് നേടിയെടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാം. മറ്റേത് എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടക്കുകയും എന്നിട്ട് നമുക്ക് ഒരു പ്രയോറിറ്റി നമ്മൾ നൽകാതിരിക്കുമ്പം പിന്നീട് നമുക്ക് നിരാശ തോന്നുകയും നമ്മൾ നല്ല രീതിയിൽ ദുഃഖിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ എന്തിനും നമുക്ക് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം നമുക്ക് ദേഷ്യവും മറ്റുള്ളവരോട് വെറുപ്പും അസൂയൊക്കെ നമുക്ക് വന്നു ചേരും. അതിന് പകരമായിട്ട് നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സ്വപ്നത്തിന് നമുക്കൊന്ന് ചിറക് കൊടുത്ത് ഒന്ന് പറക്കാൻ അനുവദിച്ചാൽ നമുക്ക് അതിലൂടെ നല്ല രീതിയിൽ സന്തോഷം കിട്ടും. പക്ഷേ ഈ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് തോന്നും, ഇതൊന്നും നമുക്ക് ആരും ചെയ്തു തരണില്ലല്ലോ, നമുക്കൊരു സഹായം ചെയ്തു തരുന്നില്ലല്ലോ, അല്ലെങ്കിൽ മറ്റുള്ളവർ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നില്ലല്ലോ എന്നൊക്കെ ഒരു തോന്നൽ വരും. ആ കാര്യങ്ങളിൽ നമ്മളൊന്ന് മനസ്സിൽ തന്നെ അതിന് ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് കൊടുത്താൽ തന്നെ നമുക്കത് നേടേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ആരെങ്കിലൂടെ നമ്മളിലേക്ക് വന്നെത്തും. അതായത് നമുക്കൊരാഗ്രഹം ഉണ്ടായിരിക്കണം. ആ ആഗ്രഹത്തിന് നല്ലൊരു തീവ്രത കൊടുക്കണം. അത് നമുക്ക് ലഭിച്ചതായിട്ടുള്ള ഇമേജിങ് കൊടുക്കണം. അത് കിട്ടിയ ആ ഒരു സന്തോഷം മനസ്സിലേക്ക് കൊടുക്കണം. അപ്പം തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി വരും. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെറിയ ചെറിയ പടിയൊക്കെ മുന്നോട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ള നമുക്കൊരാഗ്രഹം തീവ്രമാകുമ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ കടന്നു വരും. അതോടൊപ്പം തന്നെ നമ്മളും അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ആക്ഷനൊക്കെ എടുക്കുക. നമ്മളെ കൺമുമ്പിൽ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ആ ഒരു ആഗ്രഹം വരുമ്പോൾ തന്നെ അതിന് നേടിത്തരാനുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ വരും. അത് നമ്മൾ പെട്ടെന്ന് മൈൻഡ് ക്ലിയർ ആക്കി അത് കണ്ടെത്തിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ പടികളായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അത് ചെറിയ ചെറിയ പടികൾ എടുത്ത് വെച്ച് കഴിയുമ്പം ആ ആഗ്രഹം ഒരു നാൾ നല്ല രീതിയിൽ സഫലമാവുകയും ചെയ്യും. ഇങ്ങനെ മറ്റത് നമ്മൾ ഒരു വീട്ടമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എല്ലാം കുഴിച്ചിട്ടിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ജീവിക്കുമ്പം പിന്നീട് നമുക്ക് നിരാശയും ദുഃഖവും ഒക്കെ വരും. അത് പിന്നെ നമ്മളിലെ വാക്കുകളിലൂടെ മറ്റുള്ളവരിലേക്ക് വിതറുകയും അവരുടെ വെറുപ്പൊക്കെ സമ്പാദിച്ച് അവസാനം നിരാശരായിട്ട് ദുഃഖിച്ചൊക്കെ നമുക്ക് വീട്ടിലിങ്ങനെ ഒതുങ്ങിക്കൂടാം. എനിക്കൊന്നിനും കഴിയില്ല, എനിക്ക് അവർ വാങ്ങിച്ചു തന്നില്ല, അല്ലെങ്കിൽ മറ്റൊരു നല്ല രീതിയിൽ പോകുന്നു, അവർക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നു, നമുക്കൊന്നും കിട്ടുന്നില്ല, ഇങ്ങനെ പരാതിയും പരിഭവമൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ തന്നെ ഇരിക്കാൻ കഴിയും. മറ്റേത് നമ്മൾ തന്നെ കുറച്ചൊക്കെ എഫർട്ടൊക്കെ എടുത്ത് നമ്മളൊരു സ്വപ്നമൊക്കെ കൊടുത്ത് നമ്മൾ അതിന് വേണ്ടി ചെറിയ ചെറിയ എഫർട്ടൊക്കെ എടുത്ത് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്കും നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും. നമ്മൾ നല്ല രീതിയിൽ സന്തോഷം സമാധാനത്തോടെയൊക്കെ ജീവിക്കാൻ പറ്റും. മറ്റുള്ളവരോടായിട്ട് ആ കമ്പാരിസൊക്കെ ഒഴിവാക്കി നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. ഒരു വീട്ടമ്മ എന്ന നിലയിൽ ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട കാര്യം അത്യാവശ്യം നമുക്ക് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ആരും മുന്നിട്ടിറങ്ങില്ല. നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ തന്നെ എഫർട്ട് ഇട്ട് ഇറങ്ങണം. അങ്ങനെ വീട്ടമ്മമാർ അങ്ങനെ നമ്മുടെ വീട്ടമ്മമാരൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ഉള്ളതിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ കണ്ടെത്തി നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. അതുപോലെ തന്നെ വീട്ടമ്മയായിരുന്നാലും നമുക്ക് ഉള്ള കാര്യങ്ങളിൽ നമുക്ക് അനുഗ്രഹങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പം നമുക്ക് തന്നെ നമ്മൾ ഇതിലൊക്കെ ബോഡിയിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് കൈകാലുകളുള്ളതിനും നമ്മുടെ ആരോഗ്യമുള്ളതിനും നമുക്ക് മക്കളുണ്ടെങ്കിലും നമുക്കൊരു ചെറിയ വീടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ടല്ലോ. ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് നന്ദി പറയാം. അപ്പോൾ നന്ദി പറയുന്നതിലൂടെയും നമുക്ക് നല്ല രീതിയിൽ സന്തോഷിക്കാൻ കഴിയും. ഈ നന്ദി പറയുന്നതിലൂടെ നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങളും കൂടുതൽ കൂടുതൽ വന്നെത്തും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ സന്തോഷം കണ്ടെത്താനും കൂടുതൽ കൂടുതൽ നല്ല അവസരങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാനും സഹായിക്കും. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.